അനിൽ, 2.5 പകലും 2 രാത്രിയും നീണ്ട കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആയിരക്കണക്കിന് ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്തിമ ഉപചാരം അർപ്പിക്കുവാനായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണുവാനായി ഓടി ഒഴുകിയെത്തിയത്. ആ വിലാപയാത്ര നീണ്ടത് 22 മണിക്കൂറുകളോളമാണ്. എന്നിട്ട് പോലും ആലപ്പുഴയിലെത്തിയപ്പോൾ നിരവധി ആളുകൾ, ഒരു കടൽ പോലെ ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തി അവസാനം അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി ആ മുദ്രാവാക്യം വിളികളോട് കൂടിയിട്ട്, കണ്ണേ കരളേ എന്നുള്ള ആ മുദ്രാവാക്യം വിളികൾ എത്ര വട്ടമാണ് നമ്മൾ ആവർത്തിച്ചു കേട്ടത്. അവസാന നിമിഷം വരെ മുറിയാത്ത ഒരു ആവേശമായിരുന്നു അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകുവാനായി. കേരളം ഏറ്റവും മികച്ച രീതിയിൽ തന്നെയല്ലേ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവിന് യാത്രാമൊഴി നൽകിയത്. അദ്ദേഹത്തിൻ്റെ അന്തിമ നിമിഷങ്ങളെ ഏതു രീതിയിൽ നമുക്ക് ഈ സമയത്ത് ഓർത്തെടുക്കാം? സ്വാതി, കേരളത്തിൻ്റെ പകരം വെക്കാനില്ലാത്ത ഒരേയൊരു VS, ആ VSനെ രാജോചിതമായ രീതിയിൽ തന്നെയാണ് കേരളം യാത്രയാക്കിയത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ മുഴുവൻ കേരളത്തിൻ്റെ മനസ്സാക്ഷിയായി ഉണർന്നു നിന്ന ആളായിരുന്നു സഖാവ് VS. ആ VSനെ ആളുകൾ സഖാവ് എന്ന നിലയിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായി മാത്രമല്ല കണ്ടത്, മറിച്ച് കേരളത്തിൻ്റെ മുഴുവൻ മനസ്സാക്ഷിയായാണ് കണ്ടത്. അതിൻ്റെ നേർചിത്രമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് അടക്കം എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത്. നമ്മുടെ മുമ്പിലൂടെ ഒരു ചരിത്രം ഒഴുകിപ്പോകുന്നു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു. അതായിരുന്നു VSൻ്റെ അവസാന യാത്ര. VSന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങിയ സമയം മുതൽ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ. കണ്ണേ കരളേ VS എന്ന മുദ്രാവാക്യം ഉള്ളു തുറന്ന് തൊണ്ട തുറന്ന് ആയിരങ്ങൾ വിളിച്ചപ്പോൾ അത് ഒരു പ്രകമ്പനമായി മാറി. VSനെ എത്രത്തോളം ആളുകൾ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ആ നേർചിത്രം. അതിനുശേഷം ആ വാഹനം, VSൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആ വാഹനം മുമ്പോട്ട് നീങ്ങുന്ന ഓരോ സമയവും നോക്കുക. ജനലക്ഷങ്ങൾ ഓരോ ഭാഗത്തും തിങ്ങിക്കൂടി. വാഹനത്തിന് മുമ്പോട്ട് പോകാൻ പോലും കഴിയാത്ത രീതിയിൽ ആളുകൾ അവരുടെ സ്നേഹം കൊണ്ട് VSനെ അവസാന നോക്ക് കാണുവാനും തങ്ങളുടെ ഓരോരുത്തരുടെ അഭിവാദ്യങ്ങൾ നേരുവാനുമുള്ള തത്രപ്പാടായിരുന്നു ആളുകൾ കാണിച്ചത്. കാരണം VS അവരുടേതാണ്, VS ഓരോരുത്തരുടെയുമാണ്, VS കേരളത്തിൻ്റെ പൊതുവായ ഒരു സ്വത്താണ്, VSന് പകരം VS മാത്രമെന്ന് ഓരോ നിമിഷവും തെളിയിക്കുകയായിരുന്നു. സമയം മുൻകൂട്ടി നിശ്ചയിച്ച എല്ലാ സമയക്രമങ്ങളും മാറിയാണ് VSൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ആലപ്പുഴയുടെ മണ്ണിലേക്ക് എത്തിയത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ VSൻ്റെ അന്തിമ നിമിഷങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയിരുന്നു. അത് കേട്ട് അറിഞ്ഞ് കാസർഗോഡ് മുതലുള്ള ആളുകൾ ഇങ്ങോട്ട് ആലപ്പുഴയിലേക്ക് എത്തി. അവരെല്ലാം രാവിലെ 9 മണിക്ക് VSൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴ റിക്രിയേഷൻ സെൻറ്ററിലെ ഗ്രൗണ്ടിൽ എത്തിക്കും എന്ന് കേട്ടറിഞ്ഞ് അനേകായിരങ്ങൾ അവിടെ രാവിലെ 6 മണിക്ക് തന്നെ തടിച്ചുകൂടി. 9 മണി എന്ന സമയത്ത് പോലും ആലപ്പുഴ ജില്ലാ അതിർത്തിയിൽ പോലും VSൻ്റെ ഭൗതിക ശരീരം എത്തിയിട്ടില്ല. ആ രീതിയിലായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ രാത്രിയൊക്കെ കനത്ത മഴ പെയ്യുമ്പോഴും ആ കോരിച്ചൊരിയുന്ന മഴയെപ്പോലും അവഗണിച്ച് ആ കുറ്റാക്കൂരിരുട്ടത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട സമര സഖാവിനെ കാണാൻ വേണ്ടി ജനലക്ഷങ്ങൾ കാത്തു നിൽക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായി വളരെ താമസിച്ച് VSൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴയുടെ മണ്ണിലെത്തി. VS എന്ന വിപ്ലവ സൂര്യൻ, വിപ്ലവത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച മണ്ണ്, VSൻ്റെ പൊക്കിൽ കൊടി ഇഴുകിച്ചേർന്ന മണ്ണ്, ആ മണ്ണ് എന്ന് പറയുന്നത് അനശ്വരരായ രക്തസാക്ഷികളുടെ മണ്ണ് കൂടിയാണ്. പുന്നപ്പുഴയും വയലാറുമൊന്നും മാറ്റിവെച്ചുകൊണ്ട് CPIMൻ്റെ ഒരു ചരിത്രം ആർക്കും പറയാൻ കഴിയില്ല. ആ മണ്ണിലേക്ക് VS അന്ത്യനിദ്ര കൊള്ളാനായി എത്തിയപ്പോൾ ജനലക്ഷങ്ങൾ തങ്ങളുടെ ഹൃദയം നുറുങ്ങുന്ന രീതിയിലേക്ക് അവിടെ വന്നു ചേർന്നു. വേലിക്കകത്ത് വീട്ടിൽ ആയിരങ്ങൾ തടിച്ചുകൂടി. അവർക്കെല്ലാവർക്കും VSനെ കാണാനുള്ള സമയവും സൗകര്യവും ഒരുക്കിയപ്പോൾ വീണ്ടും സമയം നീണ്ടു. അതിനുശേഷം ആലപ്പുഴയിലെ CPIMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജനലക്ഷങ്ങൾ തടിച്ചുകൂടി. അവിടെ ആ VSൻ്റെ ഭൗതിക ശരീരം എത്തുന്നതിന് മുമ്പ് നമുക്കൊക്കെ കാണാൻ കഴിയുന്ന കാഴ്ചയുണ്ടായിരുന്നു. റോഡിൽ ആളുകൾ പത്രം വിരിച്ച് ഇരുന്ന് VSനെ കാത്തിരിക്കുന്ന കാഴ്ച. അത്രത്തോളം VSനെ സ്നേഹിക്കുന്ന ആളുകൾ. അതിനുശേഷം VSൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചു. അവിടെ ആളുകളെ കൂട്ടത്തോടെ പ്രവേശിപ്പിച്ചാണ് അവസാനം VSൻ്റെ ഭൗതിക ശരീരം ആളുകൾക്ക് കാണാൻ അവസരമൊരുക്കിയത്. അല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് പോലും
വി എസിൻ്റെ ഭൗതിക ശരീരത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കഴിയുമായിരുന്നില്ല. അത്രത്തോളമായിരുന്നു ജനക്കൂട്ടം എത്തിയത്. അതിനുശേഷം അവിടെ നിന്ന് വി എസ് എന്ന ആ മനുഷ്യൻ, മനുഷ്യ സ്നേഹി വി എസ് എന്ന ജനതകളെ പ്രചോദിപ്പിച്ച, കേരളത്തിൻ്റെ മനസാക്ഷിയായി മാറിയ, കേരളത്തിൻ്റെ മികച്ച ഭരണകർത്താവ് കൂടിയായിരുന്ന പകരം വെക്കാൻ മറ്റാരുമില്ലാത്ത വി എസ് കടന്നു പോവുകയും ചെയ്തു. അദ്ദേഹം അനശ്വര രക്തസാക്ഷികളുടെ മണ്ണിൽ ചേരുന്നതുവരെ ജനലക്ഷങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കാനായി എത്തി. ഹൃദയം നീറുമ്പോഴും പൊട്ടിത്തകർന്ന ഹൃദയവുമായി നിൽക്കുമ്പോഴും വി എസ് പഠിപ്പിച്ച വിപ്ലവ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ വി എസിൻ്റെ മുദ്രാവാക്യം ഉറക്കെ വിളിക്കുവാനായിരുന്നു ആയിരങ്ങൾ പരിശ്രമിച്ചത്. അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെയോ കെട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ല, അതിനെയെല്ലാം മറികടക്കുന്ന മനുഷ്യ സ്നേഹമെന്ന ആ മഹത്തായ മനുഷ്യ സ്നേഹി പഠിപ്പിച്ച പാഠങ്ങളായിരുന്നു ആയിരങ്ങൾ ഉൾക്കൊണ്ടത്. അങ്ങനെ വി എസ് എന്ന പകരം വെക്കാൻ ഒന്നുമില്ലാത്ത, മറ്റാരുമില്ലാത്ത ആ വി എസ് നമുക്കിടയിലൂടെ കടന്നു പോവുകയും ചെയ്തു. സ്വാതി. അനിൽ, വലിയ തരത്തിലുള്ള മഴയായിരുന്നു ആ ഒരു സമയത്ത് അവിടെ അനുഭവപ്പെട്ടത്. നമ്മൾ കണ്ടതാണ് കോരിച്ചൊഴിയുന്ന മഴ. പക്ഷേ ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ അവസാന ഒരു നോക്ക് കാണുവാനായി അവിടേക്ക് എത്തിയത്. ചെറിയ കുട്ടികൾ പോലും മുദ്രാവാക്യം വിളികളുമായി എത്തി എന്ന് പറയുമ്പോൾ ആരായിരുന്നു വി എസ് ഈ ജനങ്ങൾക്ക്, ഈ ജനതയ്ക്ക് എന്നുള്ളതാണ്. ഈ നൂറ്റാണ്ടിൻ്റെ സഖാവ്, നൂറ്റാണ്ടിൻ്റെ നേതാവ് എന്നൊക്കെ ഒരാളെ വിളിക്കുമ്പോൾ അത് എങ്ങനെയാണ് വാക്കുകൾ ശരിക്കും പ്രാവർത്തികമാക്കുന്നത്, വാക്കുകൾക്ക് അർത്ഥം വരുന്നത് എന്ന് തെളിയിക്കുന്ന അതിൻ്റെ നേർസാക്ഷ്യം തന്നെയായിരുന്നു ഈ വിലാപയാത്രയിലുടനീളം അവിടേക്ക് ഒഴുകിയെത്തിയ ജനങ്ങൾ. ഒടുവിൽ അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുവാനായി ആലപ്പുഴയിലേക്ക്, പുന്നപ്രയിലേക്ക് എത്തിയ ആ ജനങ്ങൾ എന്നുള്ളത് നമുക്കത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിപ്ലവകാരിക്ക് ഒരു നാടിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച യാത്രാമൊഴി തന്നെ വി എസിന് നൽകാനായി ഈ ജനതയ്ക്ക്, മലയാളികൾക്ക്, പ്രിയപ്പെട്ട സഖാക്കൾക്ക് സാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു നൂറ്റാണ്ടിൻ്റെ വിപ്ലവ സിംഹം എന്ന് വിശേഷിപ്പിക്കാം, ഒരു വിപ്ലവകാരി എന്ന് വിശേഷിപ്പിക്കാം, ഒരു നൂറ്റാണ്ടിനെ മൊത്തം പ്രചോദിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ ആളെന്ന് വിശേഷിപ്പിക്കാം. കാരണം കണ്ണൂരും കരിവള്ളൂരും കയ്യൂരുമൊക്കെ, അതുപോലെ തന്നെ പുന്നപ്പുഴയും വയലാറുമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടൊരു കേരള ചരിത്രമില്ല. ആ സമയത്തെല്ലാം ആ സ്ഥലങ്ങളെല്ലാം, ആ സ്ഥലനാമങ്ങളെല്ലാം മലയാളിയെ പ്രചോദിപ്പിക്കുന്ന ആ വിപ്ലവം വി എസിൻ്റെ ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അതിനുശേഷമുള്ള എത്രയോ വിപ്ലവങ്ങൾക്ക് വി എസ് നേതൃത്വം നൽകി. കേരളത്തിൻ്റെ മണ്ണും കേരളത്തിൻ്റെ ഭൗതിക സമ്പത്തും കേരളത്തിൻ്റെ പ്രകൃതിയും എല്ലാം മറ്റാരും ചൂഷണം ചെയ്യുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ആളായിരുന്നു വി എസ്. അതിനെല്ലാം സംരക്ഷണമൊരുക്കിയ ഒരു വി എസ് ഉണ്ട്. ഒപ്പം തന്നെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിലകൊണ്ട, അതിനുവേണ്ടി ഏതറ്റം വരെയും പോരാടാൻ തയ്യാറെടുത്തിരുന്ന ഒരു വി എസ് ഉണ്ട്. അനേകായിരങ്ങളായ സ്ത്രീകൾക്ക് അഭയം കണ്ടെത്താൻ കഴിഞ്ഞ ഒരു വി എസ് ഉണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ അഴിമതിക്കാർക്ക് പേടി സ്വപ്നമായി മാറിയ, ഇടിമിന്നൽ പോലെ അവരുടെ നേരെ വാളോങ്ങിക്കൊണ്ട് നിലകൊണ്ട ഒരു വി എസ് ഉണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ സമസ്ത മേഖലകളിലും നിറഞ്ഞു നിന്ന ഒരു വി എസ്. ആ വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് കേവലം ഒരു തലമുറയല്ല, തലമുറകളാണ് എത്തിയത്. വളരെ പ്രായമുള്ള ആളുകൾ, അതിനുശേഷമുള്ള മധ്യവയസ്കരായ ആളുകൾ, യുവാക്കൾ, യുവതികൾ, ഒപ്പം തന്നെ കുഞ്ഞു കുട്ടികൾ, കൗമാരപ്രായക്കാർ, എങ്ങനെ ജീവിതത്തിൻ്റെ ഒരു മനുഷ്യ ആയുസ്സിലെ പല ഘട്ടങ്ങളിലുള്ള, പ്രായത്തിൻ്റെ പല ഘട്ടങ്ങളിലുള്ള ആളുകൾ, ഒപ്പം തന്നെ നാനാ തുറകളിൽ ഉള്ള ആളുകൾ. ഇന്ന് തന്നെ ഏറ്റവും അവസാനം വി എസിന് അന്തിമാഭിവാദ്യം അർപ്പിക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, സാംസ്കാരിക നായകന്മാർ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ എല്ലാം മാറ്റി നിർത്തുന്ന രീതിയിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് ഉണ്ടായത്. അറബിക്കടലിനെ തോൽപ്പിക്കുന്നത് പോലെയുള്ള ഒരു മനുഷ്യ സാഗരം തന്നെ സൃഷ്ടിച്ച ഒരു ചടങ്ങ് കൂടിയായിരുന്നു വി എസിൻ്റെ അന്തിമ ചടങ്ങുകൾ. അതിനാൽ തന്നെ വി എസ് എത്രത്തോളം മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുന്നു, കേരളത്തിൻ്റെ മനസാക്ഷിക്കുള്ളിൽ ജീവിക്കുന്നു, കേരളത്തിൻ്റെ മനസാക്ഷിയായി നിലകൊള്ളുന്നു എന്ന് നമുക്ക് കാണുവാനും കഴിഞ്ഞു. അതുതന്നെയാണ് വി എസിനെ വ്യത്യസ്തനാക്കുന്നത്. ഒരേ ഒരു വി എസ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതും അങ്ങനെയാണ്. സ്വാതി.